ഇപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2023. അത് അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ആ ബുക്ക്ലെറ്റിലെ റിയാക്ഷനുകൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു മാസ്റ്ററായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ 2023 നീറ്റ് പരീക്ഷയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് ശരി. വേണമെങ്കിൽ കുറേ ദിവസങ്ങളുണ്ടെന്നും പറയാം. അപ്പോൾ ഇനിയുള്ള കുറേ നിമിഷങ്ങൾ നമ്മൾ എങ്ങനെ ചെലവഴിക്കണമെന്നൊക്കെ ഒന്ന് ആലോചിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടും കൂടി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സമയം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിച്ച ചാപ്റ്ററുകൾ, ഇപ്പം ഞാൻ കെമിസ്ട്രി അധ്യാപകനാണ്, കെമിസ്ട്രി പഠിപ്പിച്ച ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ഒന്ന് റിവൈസ് ചെയ്യണം. പക്ഷേ അത് റിവൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പഠിക്കാൻ ഇനി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന ഭാഗങ്ങളൊന്നും പഠിച്ച സമയം കളയരുത്. പഠിച്ച ഭാഗങ്ങൾ വളരെ വൃത്തിയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി റിവൈസ് ചെയ്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. കെമിസ്ട്രിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, 3 ബ്രാഞ്ചുകളുണ്ട്: ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രിയിലെല്ലാം തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസാണ്. അത് മുഴുവൻ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കും. അതിനെ ബേസ് ചെയ്ത് കുറേ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ആ ലോസ് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചിരിക്കും. എന്നാൽ ഓർഗാനിക് കെമിസ്ട്രിയോ എഴുതി പഠിക്കാതെ ഒരു കാര്യവും നിങ്ങളുടെ മനസ്സിലിരിക്കില്ല. അത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റായ റിയാക്ഷനുകൾ എല്ലാം കൃത്യതയോടുകൂടി എഴുതി പഠിച്ചേ നിങ്ങളുടെ മനസ്സിലത് കാത്തു സൂക്ഷിക്കാൻ കഴിയൂ. അത് പഠിക്കുന്നതിന് ചില എളുപ്പ വഴികളും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഉദാഹരണത്തിന് 3 പേജ് വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റിയാക്ഷൻസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ഹെഡിങ്ങിൽ നമ്മളൊരു ബുക്ക്ലെറ്റ് തയ്യാറാക്കി തന്നിട്ടുണ്ടായിരുന്നു. ആ ബുക്ക്ലെറ്റിലെ റിയാക്ഷനുകൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു മാസ്റ്ററായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എഴുതാതെ പഠിക്കാൻ കഴിയില്ല. മറ്റൊന്ന് ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. ഇനോർഗാനിക് കെമിസ്ട്രിയുടെ പ്രത്യേകത, അത് അധ്യാപകരായാലും വിദ്യാർത്ഥികളായാലും വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഇനോർഗാനിക് കെമിസ്ട്രി NCERT ടെക്സ്റ്റ് ആവർത്തിച്ച് വായിക്കണം. അത് വായിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു പെൻസിലുണ്ടാകണം. ആ പെൻസിൽ കൊണ്ട് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ പ്രാധാന്യമുള്ള ഭാഗങ്ങളെന്ന് തോന്നുന്ന ഭാഗം നിങ്ങൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുകയും ആ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യുകയും ചെയ്തു കഴിയുമ്പോൾ മാത്രമേ ഇനോർഗാനിക് കെമിസ്ട്രി നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കൂ. അതുകൊണ്ട് ഇപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമേതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും 2023. കാരണം നിങ്ങൾ 200 വയസ്സ് വരെ ജീവിച്ചിരുന്നാലും ശരി, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷം 2023. കാരണം നിങ്ങൾ ആരായി തീരണമെന്ന് തീരുമാനമെടുക്കാൻ പോകുന്ന വർഷമാണ് 2023. നിങ്ങളിപ്പോൾ നിൽക്കുന്നതൊരു വലിയ ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ നിന്ന് അനേകം വഴികളുണ്ട്. മെഡിക്കലായാലും ആയുർവേദം, ഹോമിയോ, എഞ്ചിനീയറിംഗ്, ഇങ്ങനെ അനേകം വഴികളുള്ള ഒരു ജംഗ്ഷനിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ആ ജംഗ്ഷനിൽ നിന്നും ഒരു നല്ല വഴിയിലൂടെ പോകുന്നതിനാവശ്യമായ ആത്മാർത്ഥതയോടുള്ള ശ്രമങ്ങൾ നടക്കേണ്ട സമയമാണ് ഇനിയുള്ള ഈ ചെറിയ നിമിഷങ്ങൾ. അതുകൊണ്ട് അടുക്കും ചിട്ടയോടും കൂടി മുന്നോട്ട് പോയാൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുമാത്രവുമല്ല, നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം 2023 കൊടുക്കണം. എന്താണ് പ്രതിഫലം? നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ പ്രതീക്ഷിക്കുന്ന നിങ്ങളുടെ അഡ്മിഷനാണ്. ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ പേരൻസിനും അധ്യാപകർക്കും കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഫലം. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോയാൽ അടുക്കും ചിട്ടയോടും കൂടി അതുകൊണ്ട് നമ്മുടെ ഈ കുറച്ച് സമയമേ ഉള്ളൂ, മണിക്കൂറുകളേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ആ മണിക്കൂറുകൾ മുഴുവൻ നിങ്ങൾ ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ നന്നായി റിവൈസ് ചെയ്ത്
ചെയ്ത് ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷനുകൾ എഴുതി പഠിച്ച് ഇനോർഗാനിക് കെമിസ്ട്രിയിലെ മാർക്ക് ചെയ്ത പോയിൻ്റുകൾ റിവൈസ് ചെയ്ത് വായിച്ച് അതുപോലെ തന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രോബ്ലംസൊക്കെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. വിത്ത് ദിസ് ഐ കൺക്ലൂഡ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.